ഗൈസ്, ഇന്ന് കടലിലെ കുറേ അത്ഭുത ദൃശ്യങ്ങളൊക്കെയാണ്. ഒരു 3-4 മ്യൂസിയം, സീഷൽ മ്യൂസിയം എന്നാ പേര്. ഇതിനകത്ത് തന്നെ മിനറൽ മ്യൂസിയം ഉണ്ട്, പേൾ മ്യൂസിയം ഉണ്ട്, ഡൈനോസർ മ്യൂസിയം ഉണ്ട്, ഇങ്ങനെ പിന്നെ സീഷലിൻ്റെ തന്നെയുള്ള മ്യൂസിയം ഉണ്ട്. ഇങ്ങനെ കുറേ മ്യൂസിയങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളുണ്ട്. നമ്മുടെ കക്ക, ചിപ്പി അതുപോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരു ഹാള് നിറച്ച് അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ അടുത്ത ഈ കക്കയുടെ പലതരത്തിലുള്ള കക്കകൾ മാത്രം, പിന്നെ കടലിനടിയിലെ കുറേ കാഴ്ചകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഒരിടത്താണെങ്കിൽ അക്വേറിയം, അതിനകത്ത് നമ്മുടെ നേരത്തെ പണ്ട് ഉപയോഗിച്ചിരുന്ന വല, ചൂണ്ടയിടാൻ പിടിച്ചിരുന്ന സാധനങ്ങൾ, പഴയ വല, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ മറ്റൊരിടത്താണെങ്കിൽ ഈ കക്ക കൊണ്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും, അതേപോലത്തെ സാധനങ്ങൾ. അപ്പം നമുക്ക് ആദ്യം ഈ അടിപൊളി മ്യൂസിയം കാണാം. ഇതിനകത്ത് മൊത്തം കക്കയും കക്ക കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളും ഒക്കെയാണ്. ശംഖ്, നമ്മുടെ ശംഖില്ലേ, അത് വെച്ചുണ്ടാക്കിയത്, കക്ക, ചിപ്പി, ഇതുപോലുള്ള സാധനങ്ങൾ. ഇത് കണ്ടോ, മുകൾ വശത്തും എല്ലാം നല്ല ഭംഗിയാണ് അതിനകത്ത് കയറിയാൽ. അപ്പോൾ ഒരു 400 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ഒരാൾക്ക്. പിന്നെ 400 രൂപ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെ 100 രൂപ കൊടുത്ത് വേറെ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഞങ്ങൾ എല്ലായിടവും നമ്മൾ വീഡിയോ എടുക്കാനും കൂടെ വന്നതാണല്ലോ. എന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നാലോ, അതുകൊണ്ട് ഞങ്ങൾ ക്യാമറ കയറ്റാൻ വേണ്ടിയിട്ട് ടിക്കറ്റും കൂടെ എടുത്തത് നഷ്ടമൊന്നും ആയില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അതിനകത്ത്. കണ്ടോ, ഇതെല്ലാം മൊത്തം ആ കക്ക കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണേ. പിന്നെ ആണെങ്കിൽ ഇതിനകത്ത് ഒറ്റത്തടിയിൽ തീർത്ത 23 ആനകളുള്ള ഒരു ഇതുണ്ടായിരുന്നു, തടിയിൽ തീർത്ത ആനകൾ ശില്പം. അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഇതിനകത്ത് മുഴുവൻ കാഴ്ചകളാണ്. പിന്നെ ഒരു വലിയ കണ്ണാടി വെച്ചിരുന്നു, ഇത് കണ്ടോ. ഇതാണ് ഇതിനകത്ത് നമ്മുടെ ശംഖുണ്ടല്ലോ, ആ ശംഖ്, അങ്ങനത്തെ എല്ലാം അതുകൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രൂപങ്ങളാണ് ഓരോന്ന്. വേണ്ട, മോളിലൊക്കെ പോവാടാ, മോളിൽ കയറി പോകാം. അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഹായ്, ഇതിൻ്റെ മുകളിലോട്ട് കയറാം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ കണ്ടോ. ഞാൻ വീഡിയോ എടുക്കുവാണേ. കിളിയുടെ സൗണ്ട് കേട്ടോ. അത് ഒറിജിനലാണോ? അല്ലല്ലോ, അത് മ്യൂസിക് കൊടുത്തിരിക്കുന്നതല്ലേ. നമ്മളതിൽ അപ്പുറത്തൂടെ കയറി മോളിൽ കയറി കാഴ്ചകളെല്ലാം കണ്ട് താഴോട്ടിറങ്ങി. ഈ മിനറൽ മ്യൂസിയം ാണ്. മിനറൽ മ്യൂസിയത്തിലോട്ട് കയറുവാണ് നമ്മൾ. കണ്ടോ, AC ആട്ടോ. ഹോ, ആശ്വാസം. റോക്സ് ആൻഡ് മിനറൽസ്. കളർ മിനറൽ റെയിൻബോ എന്ന് പറഞ്ഞാൽ, ഓ ആ ശരിയാ. AC ഉള്ളതുകൊണ്ട് ഇതിനകത്ത് കുറേ നേരമായിട്ട് ചൂടത്ത് നിന്ന് വലഞ്ഞ് ഇതിനകത്ത്. എന്താ ഫോൺ തണുക്കാനോ? ഇതെല്ലാം വൈറ്റ്
ഇനി അടുത്തത് ഇനി എന്തോടാ നോക്കിക്കേ, അത് കാണിച്ചേ. അത് കളയല്ല, അത് നമുക്ക് എടുക്കാമല്ലേ. ഇത് മൊത്തം ഇതാണോടാ, കക്കയാണോടാ ഇത്? അത് തന്നെ സീഷൽ, അത് വെച്ചുണ്ടാക്കിയതാണോ ഇതെല്ലാം? ഇവിടുത്തെ എല്ലാം സീഷൽ. അതാ പറഞ്ഞത് കണ്ടേ. ഇത് ശങ്കല്ലേ മറ്റേ നമ്മുടെ ഒറിജിനൽ? തൊടല്ലെന്ന് എഴുതിയിട്ടുണ്ടോ? എന്നോട് തൊടല്ലെന്ന് പറഞ്ഞിട്ട് അത് കൊള്ളാം. ഇപ്പോൾ ഒരു വഴക്ക് പറയുമ്പോൾ പറയാമല്ലേ എന്നെ പറഞ്ഞു. അടിപൊളി കേട്ടോ, അടിപൊളിതോ. അത് കണ്ടോ. ഇവിടെയാണ് അപ്പം നിന്ന് ഫോട്ടോ എടുത്തത്. Masterpiece of 23 carving in single wood as handicrafted by single old craftsman of Bangkok. ഒറ്റ തടിയിൽ 23 ആനകളെ കൊത്തിയിരിക്കുന്നു. തായ്ലൻഡിലെ ഒരു ക്രാഫ്റ്റ്മാനാണ്. അങ്ങനെ സീഷൽ മ്യൂസിയത്തിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിന് നമുക്ക് അടുത്ത മ്യൂസിയത്തിലോട്ട് പോകാം. ഇവിടെ മുഴുവൻ ഷെല്ലുകളാണ്. പാമ്പമ്പാലം. ആ ആ പാമ്പൻ ബ്രിഡ്ജ് 1949. മുകളിലും ഉണ്ട് കേട്ടോ, മുകളിലും കാണും. ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ, എന്നാലും ഇത്ര ശേഖരിച്ചേ ഒരാളിതെല്ലാം ശേഖരിച്ചത് എല്ലാം അടുക്കി ഇതേപോലെ ആക്കുക എന്ന് പറഞ്ഞു. വേണ്ട, അതിൻ്റെ മുകളിലും ഉണ്ട് കണ്ടോ. ആ മോളിൽ വരെ കൊടുത്തിരിക്കുന്നതും അതിൻ്റെ ഇത് മറ്റേ ഇതല്ലേ, ഒക്ടോപ്പസ്. ധനുഷ്കോടി. നമ്മൾ അപ്പുറത്ത് കണ്ട എന്തുമായിരുന്നു, മറ്റേ പാമ്പൻ പാലം അല്ലയോ? ഇത് ധനുഷ്കോടി. ആ ഇതോ സ്റ്റാർഫിഷ്. എംപയർ ഓഫ് സീഷൽ എംപയർ. പേള് കണ്ടോ? അങ്ങനെ വിസ്മയിപ്പിക്കുന്ന സീഷൽ മ്യൂസിയം.
അടിപൊളിയായിരുന്നു. എ സി ഓ ധനുഷ്കോടി ആഫ്റ്റർ 1964 സൈക്ലോൺ എല്ലാം നശിച്ചുപോയി. ആ അതെ, എവിടെ ഇരിക്കുന്നടാ? ഇത് മറ്റേ മാല ഉണ്ടാക്കുന്നതല്ലേ? നമ്മൾ കന്യാകുമാരിയിലൊക്കെ പോകുമ്പോഴേ ഈ പല സൈസ് മാല കാണത്തില്ലേ, അതിനുള്ള മുത്തുകൾ. എവിടെ ഒന്ന് കാണിട്ട് തരാം. ഇതാണ്ട് ഇവിടെ ഇരിക്കുന്നതോ? എടാ ഇതോടാ. ഇടംബിരി ശംഖ്. കണ്ടോ, ഇടംബിരി ശംഖ് അധികം കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ സീഷൽ മ്യൂസിയവും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഓരോന്നും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ മുകളിലോട്ട് നോക്കിയാൽ പോലും കണ്ടോ, ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് ആ സീഷെല്ലിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അടുത്തത് ഫിഷറീസ് മ്യൂസിയം അല്ലേ? ഫിഷിംഗ് മ്യൂസിയം. എന്താ ഫിഷറീസ് മ്യൂസിയം? എന്തും പറയാതിരിക്കാം. ഇതാണ്ട് ഇവിടെ ഫിഷിംഗ് മ്യൂസിയം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെന്താടാ ഓപ്പൺ പുഷ്? അയ്യോ അത് കൊള്ളാം. അത് പുഷ് ചെയ്തിട്ടാണോ കയറുന്നേ? അത് പിന്നെ ഒരു പ്രത്യേക രീതി കൊടുത്തേക്കുന്നു. വന്നോ നിതീഷേട്ടൻ വന്നോ? വിളിക്ക്. ഇതിനകത്തായിരിക്കും, ഫിഷായിരിക്കും ഇതെല്ലാം അല്ലയോ? കുഞ്ഞു അവന് കാണാൻ ഇഷ്ടമായിരിക്കും. വിളിക്കാൻ അല്ല ഞാൻ എത്ര തുറന്നോളൂ. ഇവിടെ ഫിഷിംഗ് മ്യൂസിയം. ഇവിടെ ഫിഷിങ്ങിന് വല പണ്ടത്തെ ഇവിടെ നിന്നാണോ തുടങ്ങുന്നത്? അങ്ങനെയൊക്കെ രണ്ടാ മറ്റേ വല, ഇത് കയറ്, മീൻ പിടിക്കാൻ പോകുന്ന സാധനങ്ങൾ. പണ്ട് കാലത്ത് മീൻ പിടിക്കാൻ പൊക്കോണ്ടിരുന്നതും ഒക്കെ ആയിട്ടുള്ള വേട്ടയാടുന്നത്, മീനെ പിടിക്കുന്ന ഇങ്ങനെയായിരുന്നു. അമ്പ ചെയ്ത് മീൻ പിടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഇതിട്ട് കുത്തി മീൻ പിടിച്ചിരുന്നു. ഒക്കെയാണ് മുമ്പ് ഉപയോഗിച്ചിരുന്നത് മീനെ പിടിക്കാൻ. സ്പെയർ ഫിഷ് എല്ലാം പണ്ട് കാലത്ത് മീൻ ഉപയോഗിച്ചിരുന്ന രീതികളും അതിനുപയോഗിച്ചിരുന്ന ആയുധങ്ങളും.
ഇതെന്തോ ഓ പലതരത്തിലുള്ള മീനുകളാണ്. മീനിന്റെ കൊളുത്താണ്, മീനിനെ പിടിക്കാനുള്ള മീനിന്റെ ഷേപ്പാ. ചെറിയ മീൻ ഷേപ്പ് ഇട്ട് വലിയ മീനിനെ പിടിക്കാനുള്ള. ഓ അപ്പോൾ ആ ചെറിയ മീനാണെന്ന് വിചാരിച്ച് മീൻ വരുമല്ലേ, വലിയ മീൻ വന്ന് കുത്തും. അതിനുള്ള സാധനമാണോ ഇത്? ചൂണ്ടക്കൊളുത്ത് എന്തെല്ലാം വേണ്ടേ, പണ്ടത്തെ വല. ഇത് കൊള്ളാവേ, ഇത് അടിപൊളി ചൂണ്ട. കഴിഞ്ഞില്ലേ? അങ്ങനെ ഇതും കഴിഞ്ഞു. ഇനി അടുത്ത്, ഇനി എത്ര എണ്ണം ഉണ്ട്? ഓക്കെ, അപ്പം അങ്ങനെ ഫിഷിംഗ് മ്യൂസിയം കഴിഞ്ഞു. അടുത്തത് മാമല ഫിഷ് അക്വേറിയം. ഇത് അക്വേറിയമാണേ. മറ്റേത് ഫോട്ടോകൾ മ്യൂസിയമായിരുന്നു, ഇത് അക്വേറിയമാണ്. ഇത് ലൈവായിട്ടുള്ള അക്വേറിയം. എടാ അതെന്തോടാ അവരെന്നത്തെ കാലിട്ടുകൊണ്ടിരിക്കുന്നത്? അത് പൈസ കൊടുത്ത് ചെയ്യുന്ന മീൻ കറി ബ്രാൻഡഡ് അക്വേറിയം. ഇത് അക്വേറിയല്ലേ? അയ്യോ ദേ പാമ്പ് പോലത്തെ. കറണ്ട് അടിക്കോ ഇതേ തൊട്ടാ? അല്ല ആ മീനിനെ ഏതിൻ്റെ കാര്യങ്ങളെല്ലാം. അയ്യോ വലിയ മീനല്ലേ അല്ലേ ആദി? പക്കു 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 പക്കു. സുന്ദരി സുന്ദരി മീൻ. കുക്കു കണ്ടേ? കുക്കു. ഇത് വേറെക്കുട്ടിയാ. സുന്ദരിയെ കണ്ടോ? സുന്ദരി മീൻ സുന്ദരി. ആഹാ അതെ പഞ്ച് പറഞ്ഞില്ലയോ? നിന്റെ തലയില്ലേടാ? തലയില്ലാത്ത മീൻ തല കണ്ടില്ല, ഇതിനകത്തൊന്നുമില്ല. ദേ ഇരിക്കുന്നു. ഈ സത്തമാണോടാ? അനങ്ങുന്നില്ലടാ. കണ്ണനങ്ങി. അയ്യോ ഇത് കുറേ ഇതാണ്ടേ. അടിപൊളി കളിക്കുന്ന മീൻ. ഇതാരടാ? ഭീമനോ? ഭീമൻ കുത്തോടാ എന്നെ, എന്നാ കുത്തോടാ. അയ്യോ അവൻ്റെ ഒരു ചുണ്ട്. വീണ്ടും നിശ്ചല ഛായാഗ്രഹണം എന്ന് പറയുന്നതല്ല, അനങ്ങാതെ കിടക്കുന്നു. ഇവന്മാരെന്താ അനങ്ങത്തില്ലേ? കുറേ കുഞ്ഞിപ്പുഴുക്കൾ. ഇത് കണ്ട സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നല്ലോ. അങ്ങോട്ട് പോകാം. കഴിഞ്ഞടാ. അടുത്തത് പേളിൻ്റെ വിസ്മയ ലോകത്തേക്ക്. ദ ജേർണി ഓഫ് പേൾ. പേൾ മ്യൂസിയം. മ്യൂസിയത്തിലോട്ട് കയറാം. ഞാൻ നിതീഷ് വന്നില്ല. അയ്യോ നമ്മളങ്ങ് പോയാ എങ്ങനെ? കൾച്ചേർഡ് പേൾസ്. ഇതെല്ലാം പേളാണ് കേട്ടോ. വൈറ്റ് സൗത്ത് ഏഷ്യ പേൾ.
നോക്കടാ, നമ്മൾ മാലയൊക്കെ കോർക്കാൻ എടുക്കത്തില്ലേടാ? ഇതില്ലേടാ മാല കോർക്കാൻ എടുക്കുന്നത്? വന്നോ നിതീഷ്? വന്നോ? കുഞ്ഞു വന്നോ? വേണ്ടേ പല കളറിലുള്ള വിലയുള്ള ഇത് വെച്ചുള്ള മാലയും വളയും ഇല്ലേ? ആണോ? ഉണ്ടോ പേളിരിക്കുന്നുണ്ടോ? സീഷലിനകത്ത് പേളിരിക്കുന്നു. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാ നമ്മൾ ഇതല്ലേടാ ഇത് ശരിക്കും ഇതാക്കി വെച്ചിരിക്കുന്നതാണോ? ഇങ്ങനെ പേളിരിക്കുന്നത് അതിനെ പൊട്ടിക്കുമ്പോൾ അതിനകത്ത് ഇല്ലയോ? റയർ ആൻഡ് യുണീക്ക് പേൾസ്. ഈ രണ്ട് മൂന്ന് ചേർന്ന അല്ലേ? അതല്ലേ ഇതൊക്കെ ശരിക്കും ഒരു വേരിയസ് ഷേപ്സ് ഓഫ് പേൾസ്, പല ഷേപ്പിലുള്ള പേളുകൾ. സൗത്ത് ഏഷ്യ സൗത്ത് ഏഷ്യ എല്ലാം പല ഷേപ്പിലുള്ള പലതരത്തിലുള്ള ഭംഗിയുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ പിടിക്കുന്ന പോലൊക്കെ ഇങ്ങനെ വെളിയിൽ വെച്ച് ഫോട്ടോ എടുക്കാൻ. അതേ പിടിക്കരുത്, വെളി കൈ മാത്രം പിടിച്ചാൽ മതി. ഉണ്ടങ്ങനെ അടിപൊളി ഉണ്ടാ. അത് വിലക്ക്. കിരീടം അങ്ങനെ വരത്തില്ല. കിരീടം പറഞ്ഞെങ്കിൽ ഇച്ചിരി കുനിയണം. അത് വരത്തില്ല കേട്ടോ, അതിങ്ങനെ കിട്ടത്തില്ല. വാള് പോലല്ല കിരീടം. സൂപ്പർ. ഓ ഇത് കൊള്ളാം. കാലക്ക് കടണ്ടേ പേൾ എടുക്കുന്നുണ്ടോ? ആ സീഷെല്ല് എടുക്കുന്ന കടലിൻ്റെ അടിയിൽ പോയിട്ട് കണ്ടോ ഇങ്ങനെ എടുക്കുന്ന, അതിനകത്താ പേളുള്ളത് കണ്ടോ? ഇതെല്ലാം കടലിനടിയിലെ വിസ്മയങ്ങൾ. ടൈപ്സ് ഓഫ് പേൾ. അടിപൊളി. ഇങ്ങനെ പേൾ മ്യൂസിയവും കണ്ടു. നല്ല ഭംഗിയില്ലായിരുന്നോ സീഷൽ മ്യൂസിയം കാണാൻ? അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഐ ലവ് മാമല്ലപുരം എന്നെഴുതിയ ഒരു ബോർഡ് കണ്ടു. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഇതൊക്കെ അതിനകത്തുള്ള കുറേ ഫോട്ടോകളാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള പിന്നെ സീഷൽ മ്യൂസിയവും അതിനകത്ത് ഒരു പേള എടുക്കുന്നതും പേളിൻ്റെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടില്ലേ. ഇനി ഇത് നമ്മളവിടെ മേടിക്കാനുള്ള സാധനങ്ങളാണേ. സീഷൽ യൂസ്ഡ് ഫിഷ് ടാങ്ക്, ഫിഷ് ടാങ്കിൽ ഉപയോഗിക്കുന്ന സീഷല്. പിന്നെ ഷെൽ ക്രാഫ്റ്റുകൾ. വാവ് പൊളിച്ച്. ഇതിൻ്റെ വില എത്ര നോക്കട്ടെ. ഇത് കൊള്ളാം, സൂപ്പർ. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ കൊള്ളാം കേട്ടോ. അയ്യോ ഭയങ്കര വില, 1000 രൂപ. ഇതിനെത്ര? ഇതിനൊന്നും വിലയില്ല. തുടരുതൊന്നും പറയും. ഇത് 300 രൂപ. ഇത് 3000 രൂപ. എൻ്റെ ലൈറ്റ് 3500 രൂപ. പേളുമാല കളക്ഷനാണ് ഇവിടെ.
എൻ്റെ അമ്മോ 1500 രൂപ. ഒറിജിനൽ പേളോ? ഹായ് കണ്ണാടി. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാധനം. ശംഖ്, ഫ്രെയിം. പേളുകളെല്ലാം കണ്ട് ഇവിടുന്ന് നമുക്ക് അടുത്തടുത്തോട്ട് ഫയർ ഷെല്ലുകൾ കണ്ട് എല്ലാം കാണാനും പറ്റും. ഇതൊക്കെ നമ്മൾ അപ്പുറത്ത് കണ്ടില്ലേ, ആ കക്കയും പേളും ഒക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ. മാല, വള, കമ്മല്, പിന്നെ ഇങ്ങനെ ഓരോ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സാധനങ്ങളായിരുന്നു അവിടെ. അപ്പോൾ എല്ലാം ഒന്നിങ്ങനെ കണ്ടതേ ഉള്ളൂ, ജസ്റ്റ് ഒന്നും മേടിച്ചൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് പറ്റുന്ന വിലയൊന്നും അല്ല അവിടെ. പക്ഷേ എല്ലാം നല്ല ഭംഗിയുണ്ട്. ഉണ്ട്, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഇത് നമ്മുടെ ആഭരണമൊക്കെ ഇട്ട് വയ്ക്കത്തില്ലേ, ആ പെട്ടിയാണ്. പിന്നെ ഇത് ഡോറിലൊക്കെ തൂക്കുന്ന ഡോർ കർട്ടൻ, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളായിരുന്നു അവിടെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് പോയത് ഒരു ഡിനോസർ മ്യൂസിയത്തിലേക്കാണ്. ഞാൻ ക്യാമറയും കൊണ്ട് വരുമ്പോഴത്തേക്ക് എല്ലാം നിൽക്കും കേട്ടോ. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഡാ ഡാ ഇങ്ങോട്ട് നോക്കാം. ഡാ ഇവിടെ ഒരച്ഛനും മോന് നിൽക്കുന്നു, അവിടെ ഒരച്ഛനും മോന് നിൽക്കുന്നു. ഇത്രേ ഉള്ളൂ ഡൈനോസർ. ഇവിടെ ഒരാൾ എന്നെ വിളിക്കുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ കണ്ടു. അങ്ങനെ പിന്നെ അവിടെ ആളാമീത് ഓരോരുത്തരും നിന്ന് ഫോട്ടോ എടുത്തതാ. മുട്ടയിൽ നിന്ന് വിരിയാത്ത ഞാൻ കണ്ടോ. എനിക്ക് മാത്രമേ അതിനകത്ത് കയറാൻ പറ്റത്തുള്ളായിരുന്നു കേട്ടോ. പൊക്കം ഇല്ലാത്തതുകൊണ്ടേ എനിക്കതിനകത്ത് കയറാൻ പറ്റുമായിരുന്നു. അങ്ങനെ അതിനകത്ത് കയറി നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ഡിനോസറുകളുടെ കൂടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ അവിടുത്തെ നല്ല കാഴ്ചയെല്ലാം കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്ത് ഉള്ള വിശേഷങ്ങളൊക്കെ നമുക്കടുത്ത വീഡിയോയിൽ കാണാം. അടുത്തതൊരു അടിപൊളി മാളാണേ.